വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും പറയാനാണ്. നമുക്കറിയാം, നമ്മളെല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ മുതൽ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അല്ലേ? അതെ. അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ എന്താണ് AI? നമുക്ക് പഠിക്കാം. 2025 അത് എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഏറ്റവും മിനിമലായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. നോക്കാം, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്നത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ അനുകരിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കൽ, ചിത്രങ്ങൾ തിരിച്ചറിയൽ, പ്രശ്നം പരിഹരിക്കൽ, അതായത് പ്രോബ്ലം സോൾവിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും ലളിതമായി പറഞ്ഞു തരാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ AI എന്ന് പറയുന്നത്, അല്ലേ? യെസ്. അതായത് മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ അത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഇൻ്റലിജൻറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? യെസ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണുമ്പോഴും ഓരോരുത്തർ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് മനസ്സിലാവുന്നത്. അതെ. അപ്പോൾ അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനസ്സിലാവുന്നത് ഡാറ്റ വെച്ചിട്ടാണ്. എന്താ? ഡാറ്റ. അതായത് വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് AI സിസ്റ്റങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഡാറ്റയാണ് AIക്ക് കൊടുക്കുന്നതെന്നും അത് എങ്ങനെയാണ് ആൻസർ തരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കണ്ടേ? നോക്കാം. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഇൻ്റർനെറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അതിന് ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ ആൻസർ കൊടുത്തു എന്നുള്ളത് എല്ലാ ഇൻ്റർനെറ്റ് ഡാറ്റാസിനും അതിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അതിൽ ഇതിന് അനുയോജ്യമായ ആൻസർ ഏതാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടുതലായിട്ട് പറയുന്ന ആൻസർ ഏതാണ്? മൈ നെയിം ഈസ് എന്നായിരിക്കും. അപ്പോൾ ആ ഡാറ്റ അതിന് മനസ്സിലാക്കി നമുക്ക് മൈ നെയിം ഈസ് ഇന്ന പേരാണ്, അല്ലെങ്കിൽ എയുടെ പേരാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡാറ്റ തരിക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരിക. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാരാമീറ്റേഴ്സ്, ടോക്കൺ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഈ AI നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ പറ്റും. അതായത് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യുന്നു, ഇതേപോലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഈ AI വെച്ച് ചെയ്താൽ AI നല്ല രീതിയിൽ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആൻസർ തരും. അപ്പോൾ അതിനെക്കുറിച്ചും സ്റ്റുഡൻസിന് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.